സെൻട്രൽ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കിട്ടിയ വിവരങ്ങൾ. കാരണം അദ്ദേഹത്തിന്റെ വണ്ടി നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വനിതാ സ്റ്റേഷനിൽ അദ്ദേഹത്തെ ഇറക്കാതെ പോലീസ് തിരിച്ചു വരികയാണ് ചെയ്തത്. എന്തായാലും ഇനി ഇപ്പോൾ കടവന്ത്ര സെൻട്രൽ സ്റ്റേഷനിലായിരിക്കും ഹാജരാക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തായാലും ദ്രുതഗതിയിൽ തന്നെയാണ് നടപടിക്രമങ്ങൾ നീങ്ങുന്നത്. കാരണം ഇന്ന് രാവിലെ 6 മണിയോട് കാഴ്ചവെച്ച് തുറന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഉടൻ തന്നെ ആരോഗ്യം തൃപ്തികരമാണെന്ന് അറിയിക്കുകയും ഉടൻ തന്നെ പോലീസ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും പോലീസിന്റെ തിരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. അപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു ഉടനടിയുള്ള ഒരു നീക്കം നടപടികൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് അദ്ദേഹത്തെ കടവന്ത്ര സെൻട്രൽ സ്റ്റേഷനിൽ ഹാജരാക്കാനാണ് പോലീസ് കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യം വനിതാ സ്റ്റേഷനിലായിരിക്കും ഹാജരാക്കുക എന്നാണ് പറഞ്ഞത്. എന്നാൽ പോലീസ് അവിടെ എത്തുകയും തിരിച്ചു പോവുകയുമാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഉന്നത ഒരു ഉദ്യോഗസ്ഥരുടെ സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു വിശദമായ അന്വേഷണം ആവശ്യമാണ്. ഇത് കഴിഞ്ഞ ഒരു 2 മാസം മുൻപ് നടന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിന്റെ CCTV മുൻപ് നമുക്കറിയാം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നൊരു സന്ദർഭത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സിനിമാ സെറ്റുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർബന്ധമാക്കിയിരുന്നു. അപ്പോൾ ഈ കാരവാനിൽ ഉൾപ്പെടെ CCTV ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളതെന്നും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. കാരണം ഒരു സിനിമയുടെ ഏറ്റവും അതിന്റെ ഒരു സംഘത്തിന്റെ തലവനാണ് സംവിധായകൻ. അപ്പോൾ അത്തരത്തിലുള്ള സംവിധായകൻ തന്നെയാണ് ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമം നടത്തിയിട്ടുള്ളതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു ഗുരുതരാവസ്ഥ ഭീകരമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വലിയ രീതിയിലുള്ള നടപടിക്രമങ്ങൾ അത്യാവശ്യമാണ്. അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ ഒരു ഉന്നത അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ രഞ്ജിത്തിനെ ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ഉടൻ തന്നെ ഇതിന് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടിക്രമങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ജിൽസി നമുക്ക് അറിയാൻ കഴിയുന്നത്. ഗോപിക, ഈ അതിജീവിത ആദ്യമായി പോലീസിലാണോ പരാതി നൽകുന്നത്, അതോ ഇന്റേണൽ കമ്മിറ്റിയിലോ മറ്റോ പരാതി ഉന്നയിച്ചിരുന്നോ സിനിമയുടെ? അതെ, അതിലാണ് ഇപ്പോൾ വ്യക്തത കുറവുള്ളത് ജിൽസി. കാരണം ഇത്തരത്തിലൊരു ICC രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഈ സംവിധായകൻ ഉൾപ്പെടെയുള്ളവർ അതിൽ അംഗങ്ങളായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കേസ് ICC രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരം. കാരണം ഇത് ഒരു 2 മാസം മുൻപ് നടന്ന ഒരു കേസാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മാനസിക സംഘർഷത്തിലൂടെയാണ് ഈ അതിജീവിത കടന്നു പോയിരുന്നത്. അപ്പോൾ ഇതിന് ശേഷം കഴിഞ്ഞ 1 മാസത്തിന് ശേഷം അവർ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ചില വ്യക്തിബന്ധങ്ങൾ പോലീസിലുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവർ കഴിഞ്ഞ ഒരു 3 ദിവസം മുൻപ് ഇവർ നേരിട്ട് ഈ വനിതാ പോലീസ് സ്റ്റേഷനിൽ, നോർത്ത് വനിതാ പോലീസ് സ്റ്റേഷനിൽ മൊഴി ലഭിക്കുന്നത്. എന്തായാലും ഈ പ്രതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ആരോപണ വിധേയൻ എന്ന് പറയുന്നത് ഒരു VIP ആണ്. അപ്പോൾ അത്തരത്തിൽ ഇതിനു മുമ്പും 2 കേസുകൾ രഞ്ജിത്തിനെതിരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും വലിയ ഒരു നിയമ നടപടികളിലേക്കൊന്നും കേരള പോലീസ് പോയിരുന്നില്ല. പക്ഷെ അതിൽ നിന്നും വിപരീതമായി ഈ കേസിൽ ദ്രുതഗതിയിലുള്ള നടപടികളിലേക്കാണ് എന്തായാലും പോലീസ് കടക്കുന്നത്. പരാതി ലഭിച്ച് 3 ദിവസത്തിന് ശേഷം തന്നെ ഉടനുള്ള നടപടിക്രമങ്ങളിലോട്ടാണ് ഇപ്പോൾ പോലീസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസം മുൻപ് ഈ മൊഴി രേഖപ്പെടുത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ തന്നെ എല്ലാ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു SIT രൂപീകരിക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ സിനിമ, ഈ നിലവിൽ ഈ ഷൂട്ടിംഗ് സെറ്റിൽ അതിക്രമം നടന്നു എന്ന് പറയുന്ന ഈ സിനിമയുടെ ചിത്രീകരണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയിൽ വെച്ചാണ് ഈ ലൈംഗിക അതിക്രമം നടന്നിട്ടുള്ളതെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ബാക്കി ഷൂട്ടിംഗുകൾ കോട്ടയത്ത് ഇപ്പോൾ പുരോഗമിക്കുകയായിരുന്നു. ഈ സന്ദർഭത്തിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടതിനെ തുടർന്ന് കോട്ടയത്ത് നിന്നും രഞ്ജിത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും അവിടുന്ന് വഴുതി മാറുകയായിരുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് ഇത് ട്രാക്ക് ചെയ്തുകൊണ്ട് പോലീസ് ഇന്നലെ രാത്രിയോടുകൂടി തൊടുപുഴയിൽ നിന്നും രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പോലീസ് ഈ കേസ് അല്ലെങ്കിൽ ഈ പരാതി ലഭിച്ച ഉടൻ തന്നെ ഇതുമായി മുന്നോട്ട് പോകുവാൻ എന്നുള്ള തീരുമാനം തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും ഇത് വളരെ പ്രശ്നമുള്ളൊരു കാര്യം എന്തെന്നാൽ ഈ ഹേമ കമ്മിറ്റി മലയാള സിനിമയിൽ തന്നെ വലിയ രീതിയിലുള്ള കോളിളക്കം സൃഷ്ടിച്ച ഒരു കാര്യമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു. അതുമായി ബന്ധപ്പെട്ട പല കേസുകളും രഞ്ജിത്തിന് ഉൾപ്പെടെ പല കേസുകൾ വരുന്നു. അദ്ദേഹത്തിന് തന്നെ ബംഗാളി നടി ഉൾപ്പെടെയുള്ള ബംഗാളി നടിയുടെ ആദ്യ കേസ് വരുന്നു. അതിനുശേഷം കോഴിക്കോട് നിന്നും മറ്റൊരു കേസ് വരുന്നു. ഇതിലൊന്നും വലിയൊരു നടപടികളിലേക്ക് എന്തായാലും രഞ്ജിത്തിനെ പോലീസ് കടന്നിരുന്നില്ല. അത് വലിയ രീതിയിൽ ഒരു വിധിയൊന്നും ഇല്ലാതെയായിരുന്നു പോയിരുന്നത്. പക്ഷെ ഈ കേസ് വരുമ്പോഴേക്കും ഇതിൽ അതും ഈ സ്ത്രീ സുരക്ഷ
സിനിമാ സെറ്റിലെ സ്ത്രീ സുരക്ഷ വലിയ രീതിയിൽ ചർച്ചയാകും. കാരണം ICC ഇത്തരത്തിലൊരു പരാതി സെല്ല് രൂപീകരിക്കണമെന്നും അതുപോലെ തന്നെ പരാതികൾ എടുത്ത പോഷ് ആക്ട് പ്രകാരം അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ വേണമെന്നുണ്ട്. അപ്പോൾ അത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം തന്നെ അത് ലംഘിക്കപ്പെട്ട കാരണങ്ങൾ എല്ലാം തന്നെ പോലീസ് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഗുരുതരമായ കാര്യങ്ങളിലോട്ടായിരിക്കും പോവുക. ഈ ലൈംഗിക അക്രമത്തിന് പുറമെ ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ചട്ടലംഘനങ്ങൾ സിനിമാ ചിത്രീകരണങ്ങളിൽ സെറ്റുകളിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമായിരിക്കും. ശരി, ഗോപിക അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്തിനെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കൊക്കെ ശേഷം കടവന്ത്രയിലെ സെൻട്രൽ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയതെന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത്. ഇനി തുടർ നടപടികൾ ഉണ്ടാകും. 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. യുവനടി നൽകിയ പരാതി പ്രകാരം, അതായത് ജനുവരിയിൽ ഫോർട്ട് കൊച്ചിയിൽ നടന്ന സിനിമാ ചിത്രീകരണ സൈറ്റിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയെന്നും ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നുമാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. DGPക്കും ഒപ്പം തന്നെ വനിതാ സ്റ്റേഷനിലും അടക്കം പരാതി നൽകിയിരുന്നു. BNS സെക്ഷൻ 74, അതായത് ലൈംഗികാതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകളാണ് പ്രധാനമായും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി ഏതാണ്ട് 10:15 ഇടുക്കിയിലേക്കുള്ള യാത്രയ്ക്കിടെ തൊടുപുഴയ്ക്ക് സമീപം മുട്ടത്ത് വെച്ചിട്ടാണ് രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷാഡോ പോലീസാണ്. കൊച്ചിയിൽ നിന്നുള്ള ഷാഡോ സംഘവും ഉദയംപേരൂർ പോലീസും ഉൾപ്പെട്ട അതീവ ഒരു രഹസ്യ ഓപ്പറേഷനിലൂടെയാണ് സംവിധായകൻ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിരുന്നത് എന്നുള്ളത് കൂടി പ്രധാനമാണ്. എന്തായാലും നടിയുടെ രഹസ്യമൊഴി ഇതുമായി ബന്ധപ്പെട്ട പോലീസ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം പ്രാഥമിക അന്വേഷണം നടത്തി പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയതിനു ശേഷം റേഞ്ച് IGയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് അടക്കം കടന്നിരിക്കുന്നത്. അപ്പോൾ അറസ്റ്റിന് ശേഷം, അതായത് ഇന്നലെ 10:15 തൊടുപുഴയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ശേഷം രഞ്ജിത്തിനെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയ സമയത്ത് രക്തസമ്മർദ്ദം ക്രമാതീതമായി ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ കുറച്ചധിക സമയം ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ വൈദ്യപരിശോധനയൊക്കെ പൂർത്തിയാക്കി രഞ്ജിത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കുരുക്കായി മാറും ഈ കേസ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാരണം നേരത്തെ രഞ്ജിത്തിനെതിരെ 2 പരാതികൾ കൂടി ഉണ്ടായിരുന്നു. ഒരു ബംഗാളിൽ നിന്നുള്ള ചലച്ചിത്ര പ്രവർത്തക നൽകിയ കേസും ഒപ്പം തന്നെ മറ്റൊരു യുവാവ് നൽകിയ കേസും, 2 കേസുകളും വലിയ തെളിവുകളില്ലാത്തതിൻ്റെ കാര്യത്തിൽ അത് മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ രഞ്ജിത്ത് ഒരു ഇടത് സഹയാത്രികനായതുകൊണ്ട് തന്നെ പ്രതിപക്ഷം അത്തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചിരുന്നു. രഞ്ജിത്തിനെ സർക്കാർ സംവിധാനങ്ങൾ സംരക്ഷിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു വളരെയധികം കൃത്യമായ തെളിവുകളോടെ തന്നെയാണ് പോലീസ് അറസ്റ്റിലേക്ക് അടക്കം കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് 2 കേസുകളിലെ പോലെ തന്നെ രഞ്ജിത്തിന് ഈ കേസിൽ നിന്ന് അത്ര പെട്ടെന്ന് പോരാൻ സാധിക്കില്ല എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ